എല്ലാവർക്കും നമസ്കാരം. ഡയറി ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ചധികം ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ഈ TMRനെ കുറിച്ച് എന്താണ് അഭിപ്രായം, എന്താ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ TMRനെ കുറിച്ചാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. TMR എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം ടോട്ടൽ മിക്സഡ് റേഷൻ എന്നാണ്. അപ്പോൾ അതിനകത്ത് തന്നെ അതിൻ്റെ ആശയമുണ്ട്. പ്രത്യേകിച്ച് കാറ്റിൽ ഫീഡിൻ്റെ കാര്യത്തിൽ ഒരു പശുവിന് അതിൻ്റെ പാലുൽപാദനത്തിനും ബോഡി മെയിൻ്റനൻസിനും ആവശ്യമായിട്ടുള്ളതെല്ലാം ഒരേ തീറ്റയിൽ തന്നെ കൊടുക്കുക. ഇതാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ രീതിയിൽ ഒറ്റ ഒരു ഫുഡിനകത്ത് അങ്ങനെ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കൺസെപ്റ്റ് വൈസ്. ഇനി അതിൻ്റെ പ്രായോഗിക വശമാണ് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടത്. നമുക്കറിയാം, കറവ പശുക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട തീറ്റ എന്ന് പറയുന്നത് ധാരാളമായിട്ട് പുല്ല് കൊടുക്കണം, അതുപോലെ തന്നെ സമീകൃത കാലിത്തീറ്റ കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം ധാതുക്കളും ഒക്കെ അടങ്ങിയിരിക്കുന്ന ധാതു ലവണ മിശ്രിതങ്ങളും നമ്മൾ കൊടുക്കാറുണ്ട്, ട്രേസ് മിനറൽസ് ഒക്കെ കിട്ടാൻ വേണ്ടി. ഇതാണ് വേണ്ടത്. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്നിച്ചൊരു തീറ്റയിൽ ഉൾക്കൊള്ളിക്കുക എന്നതാണ് ഈ TMR കൊണ്ട് അതിന്റെ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. പക്ഷേ ഇത് എല്ലാം കൂടെ ഒന്നിച്ച് കൊടുക്കാനായിട്ട് യഥാർത്ഥത്തിൽ പറ്റുമോ? ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയത് ഏകദേശം ഒരു 1350 രൂപ ഒക്കെ 50 കിലോയ്ക്ക് 50 കിലോയുടെ ചാക്കിന് TMRന് വില വരുന്നു. അപ്പോൾ അതിനകത്ത് ഫൈബറസ് ആയിട്ടുള്ള കച്ചിയോ അല്ലെ വൈക്കോലോ അതുപോലുള്ള സാധനങ്ങളുണ്ട്. പിന്നെ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും വൈറ്റമിൻ മിനറൽസ് ഇതെല്ലാം അതിലടങ്ങിയിട്ടുണ്ട് എന്നാണ് കമ്പനികൾ അവകാശപ്പെടുന്നത്. അതുണ്ടായിരിക്കാം കേട്ടോ, എനിക്ക് അതിനെക്കുറിച്ച് തർക്കമില്ല. പക്ഷേ നമ്മളിത് എന്തോരം കൊടുക്കണം? അവരുടെ കണക്കനുസരിച്ചിട്ട് ഏകദേശം ഒരു ചില കമ്പനികൾ പറയുന്നത് 1 ലിറ്റർ പാലിന് 1 കിലോ, അതായത് 20 ലിറ്റർ പാല് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പശുവിന് ഒരു ദിവസം 20 കിലോ ഇത് കൊടുക്കേണ്ടതായിട്ട് വരും. കുറച്ച് നമ്മൾ അത്യാവശ്യം പച്ചപ്പുല്ലോ അല്ലെ അതുപോലുള്ള സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഒരു 12 to 15 കിലോ, ഏറ്റവും മിനിമം ഇതിൽ നമുക്ക് നോക്കാം 12 കിലോ 13 കിലോ എങ്കിലും ഒരു 20 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശുവിന് ഈ TMR കൊടുക്കേണ്ടതായിട്ട് വരും. ഏകദേശം ഒരു 15 കിലോ കൊടുക്കുന്ന ഒരു കേസിൽ 28 രൂപ ആവറേജ് വിലയിട്ടാൽ ഏകദേശം 350-360 രൂപയോളം നമുക്ക് ഇതിന് മാത്രം ചെലവ് വരും. അപ്പോൾ ഉള്ള ഗുണം എന്ന് പറയുന്നത് വേറെ ഒന്നും കൊടുക്കണ്ട എന്നുള്ളതാണ്. അത് നമ്മൾ പരീക്ഷിച്ച് അറിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇത് വേറെ എന്തെങ്കിലും കൊടുക്കണോ അതോ വേണ്ടയോ എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഒരു സൗകര്യം ഉണ്ടാകുന്നത് തീറ്റ തേടി നമ്മൾ നടക്കണ്ട. പൈനാപ്പിൾ ലീവ്സോ അല്ലെ വൈക്കോലോ അങ്ങനെയൊക്കെ നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെ പൈസ ലാഭിക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നോർമലി ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന തീറ്റയുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്തു ഏത് നല്ല കാലത്തീറ്റ അല്ലെ എന്ത് നല്ല ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നാലും അൾട്ടിമേറ്റ്ലി നമുക്ക് ഇത് മുതലാകുമോ? നമുക്ക് നമ്മുടെ ഇൻകവും ഈ എക്സ്പെൻസും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുന്നുണ്ടോ? ഇതാണ് അതിനകത്ത് എന്തെങ്കിലും മിച്ചം പിടിക്കാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ഒരു ചോദ്യത്തിനാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉത്തരം കണ്ടെത്തേണ്ടത്. ഈ TMRന്റെ കേസിൽ ഞാൻ പല ആൾക്കാരോടും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഈ പ്രശ്നത്തിന് ഒരു നല്ല നിലയിൽ ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതുവരെ ഇത് കൊടുത്തു നോക്കിയിട്ടില്ല, അതുകൊണ്ട് ആധികാരികമായിട്ട് എനിക്കത് പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷേ പലരിൽ നിന്നും കിട്ടിയ അഭിപ്രായം ഇതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫൈനൽ അഭിപ്രായമായിട്ട് ആരും എടുക്കരുത്. ദയവ് ചെയ്ത് ആ നിലയിൽ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. ആർക്കെങ്കിലും നല്ല റിസൾട്ട് ഇതുകൊണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ തന്നെ, ഇത് കൺസെപ്റ്റ് വൈസ് വളരെ നല്ലതാണ്. അതായത് പശുക്കൾ അല്ലെ കന്നുകാലികൾക്ക് അവരുടെ ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ 4 അറകൾ ആണ്. ആ 4 അറകളിലൂടെയുള്ള ഈ ദഹന വ്യവസ്ഥയിൽ സ്ഥിരമായിട്ട് ഒരേ തീറ്റ ഒരേപോലെ കൊടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും അത് വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും. അതിന് യാതൊരു സംശയമില്ല. പല സാധനങ്ങൾ മാറി 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 കൊടുത്ത് വയറിന് പരിചയമില്ലാത്ത സാധനങ്ങൾ പെട്ടെന്ന് ചെല്ലുമ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ആ പോയിന്റിലൊക്കെ നല്ലതാണ്. പക്ഷേ ആത്യന്തികമായിട്ട് ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമുക്കിത് ഫീസിബിൾ ആണോ, ഇത് എക്കണോമിക്കൽ ആണോ എന്നുള്ളതാണ്. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ അവരവർ ശ്രമിക്കുക. ഇനി ഞാൻ ഈ സ്റ്റാൻഡേർഡായിട്ട് ഇതിൻ്റെ ഒരു വില ഏകദേശം 28 രൂപയൊക്കെ ഉണ്ട് അല്ലെ 27 രൂപയുണ്ട് എന്ന് പറഞ്ഞത്, ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനേക്കാളും കുറച്ച് ഈ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ വ്യത്യാസം ഉണ്ടായേക്കാം. അപ്പോൾ അതെല്ലാം കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. ഇനി ഞാൻ എൻ്റെ ഇവിടുത്തെ പ്രാക്ടീസസ് പറയാം. ഇവിടെ നമുക്ക് വളരെ അധികമായിട്ട് തീറ്റ ലഭ്യമാണ്. പ്രത്യേകിച്ച് വളർത്ത് പുല്ല് CO3 CO5 അതൊക്കെ ഉണ്ട്. കൂടാതെ പൈനാപ്പിളിൻ്റെ ഇല, കൈതപ്പോള, ഇത് വളരെയധികം നമുക്ക് സുലഭമായിട്ട് ഞങ്ങളുടെ ഈ നാട്ടിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ബേസിക്കലി ഞാൻ ഈ ഡയറി ഫാമിങ്ങിലേക്ക് ഇറങ്ങിയപ്പം എനിക്ക്
പല ട്രെയിനിങ്ങിൽ നിന്നും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്നും മനസ്സിലായ ഒരു കാര്യം, എപ്പോഴും നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസ് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പം തമിഴ്നാട്ടിൽ എന്തുകൊണ്ടാണ് പശുക്കളുടെ വളർത്തുന്നത് അല്ലെങ്കിൽ കറവ പശുവിനെ വളർത്തുന്നത് നമ്മളെക്കാളും കുറച്ചുകൂടെ ലാഭമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരാണ് അവിടെയാണ് ഈ കാലിത്തീറ്റയുടെ റോ മെറ്റീരിയൽസ് ഒക്കെ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ചോളം, അതാണ് ഏറ്റവും, അല്ലെങ്കിൽ ബജ്ര, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കാലിത്തീറ്റയിൽ വരുന്ന കമ്പോണന്റ് എന്ന് പറയുന്നത്, ഈ ധാന്യ മിശ്രിതങ്ങളിൽ. അതവിടെ നല്ല സുലഭമായിട്ട് ലഭിക്കുന്നു. അതുപോലെ കടലപ്പിണ്ണാക്ക്, ഇങ്ങനത്തെ കാര്യങ്ങൾ അവിടെ അതിന്റെ അവൈലബിലിറ്റി കൂടുതലാണ്. അപ്പൊ ആ ഒരു കാര്യം അവർക്ക് അവിടെ വളരെ ചെലവ് കുറഞ്ഞ് കിട്ടുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. അപ്പൊ നമ്മള് ഇതിന് ചെലവ് കുറയ്ക്കാനായിട്ട് ചെയ്യേണ്ടത്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്നാൽ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഏറ്റവും അധികമായിട്ട് കൊടുക്കുക. ആവശ്യത്തിന് അത് ന്യൂട്രിയൻസ് അതിലുണ്ടായിരിക്കുക വേണം താനും. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 40 കിലോയോളം ഈ കൈതപ്പോളയും CO3യും കൂടെ അരിഞ്ഞ ആ മിക്സർ ഞാൻ പശുക്കൾക്ക് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ബാലൻസ് ആയിട്ട് മാത്രമേ സമീകൃത തീറ്റയായിട്ടുള്ള കേരള ഫീഡ്സിന്റെ എലൈറ്റും അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ കൈതപ്പോളയും പുല്ലും ഒഴികെ ഉള്ള തീറ്റ, സമീകൃത തീറ്റയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ട് കേരള ഫീഡ് എലൈറ്റ്, അതുപോലെ തന്നെ ഒരു ധാന്യപ്പൊടിയുണ്ട്, വലിയ മക്കച്ചോളം, അതുപോലെ മണിച്ചോളം, കമ്പ്. ഈ 3 സാധനങ്ങൾ ഏകദേശം ഒരേ അളവിൽ മിക്സ് ചെയ്ത് പൊടിച്ച് വെക്കുന്ന ആ പൊടിയാണ് ധാന്യപ്പൊടി. അതിനോടൊപ്പം പിന്നെ കൊടുക്കുന്നത് സോയാബീൻ ഹള്ളാണ്. പിന്നെ ഉള്ളത് കാൽഷ്യം ടോണിക്കും മിനറൽ മിക്സറും, ഇടയ്ക്കിടയ്ക്ക് ലിവർ ടോണിക്കും. ഇത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ കൊടുക്കാറുള്ളത്. പശുക്കൾ അത്യാവശ്യം നല്ല ഹെൽത്തിയാണ്, അവർ കറക്റ്റായിട്ട് മതിലക്ഷണം കാണിക്കാറുണ്ട്, നമുക്ക് കുഴപ്പമില്ലാത്ത പ്രൊഡക്ഷനും ഉണ്ട്, ചന പിടിക്കുന്നതിന് വലിയ പ്രശ്നങ്ങളില്ല. ഇങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാധനങ്ങളുടെ വിലയും നമ്മൾ TMRന്റെ വിലയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കണം. ഞാൻ ഈ ധാരാളമായിട്ട് പച്ചപ്പുല്ല് അങ്ങനെ സാധനങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് ഈ സമീകൃത തീറ്റയുടെ അളവും താരതമ്യേന മറ്റു പലരും കൊടുക്കുന്നതിനെ അപേക്ഷിച്ച് കുറവാണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരിക്കലും ഈ TMRലേക്ക് മാറിയാൽ ഇത്രയും പ്രോഫിറ്റബിലിറ്റി ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ TMRലേക്ക് മാറാറുള്ളത്. ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു 2 മാസമായിട്ട് അല്ലെങ്കിൽ ഒരു 3 മാസമായി കാണും, 3 മാസമായിട്ട് ചെയ്യുന്ന ഒരു പ്രാക്ടീസ്, ഈ കാലിത്തീറ്റ കൊടുത്തോണ്ടിരുന്ന രീതി ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് നേരത്തെ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടെ, അതായത് എലൈറ്റ് പെല്ലറ്റ്, ധാന്യപ്പൊടി, സോയാബീൻ്റെ ഹള്ള്, ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം നന്നായി ഒഴിച്ച് ഒരു കടിച്ചു തിന്നാവുന്ന അല്ലെങ്കിൽ നന്നായിട്ട് നക്കി തിന്നാവുന്ന ഒരു പരുവത്തിനായിരുന്നു കൊടുത്തിരുന്നത്. എന്നാൽ അത് മാറ്റിയിട്ടുണ്ട്, ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഉണ്ടായൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചാണകം കുറച്ചുകൂടെ സോളിഡ് ആയിട്ടുണ്ട്, കട്ടിയായിട്ടുണ്ട്. പിന്നെ ഫാറ്റ് ആൻഡ് SNF പെർസെൻറ്റേജ് കുറച്ച് കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വിലയിൽ വ്യത്യാസമുണ്ട്. ഓട്ടോമാറ്റിക്കലി ഒരു കാര്യം ഞാൻ അതുകൊണ്ട് ഇപ്പോൾ പറയുകയാണ്, TMR കൊടുക്കുന്ന ആൾക്കാർ, പല ആൾക്കാരും അവർക്ക് പാലിന് വിലയിൽ വ്യത്യാസം വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് വളരെ ശരിയായിരിക്കാം. കാരണം ഈ പറഞ്ഞ പോലെ ഈ നല്ല രീതിയിൽ ദഹനം നടക്കുമ്പോൾ, പ്രത്യേകിച്ച് വയറിന് യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ കറക്റ്റായിട്ട് ഒരേ സാധനം തന്നെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല നിലയിൽ ദഹനം നടക്കും. അങ്ങനെ ഈ ഫാറ്റ് SNF, അതായത് പാലിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇമ്പ്രൂവ് ആകാൻ എല്ലാ നിലയിലും നല്ല സാധ്യതയുണ്ട്. ഓക്കെ, ഇവിടെ എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം നമ്മളിവിടെ ഈ പുല്ലും കൈതപ്പോളയും അരിഞ്ഞ മിശ്രിതം അതിവിടെ കൊടുത്തിരിക്കുകയാണ്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പെല്ലറ്റ് കൂടെ വാരിയിട്ട് കൊടുക്കും. ഇത് ഭയങ്കര ഇഷ്ടം, അതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. അത് കൂട്ടത്തിലിട്ട് ഇളക്കി കൊടുക്കും. ഈ പാത്രത്തിന് ഒരു 3 പാത്രം, ഏകദേശം ഒരു 2 കിലോ വരും. അതാണ് ഒരു നേരം നമ്മൾ പെല്ലറ്റ് കൊടുക്കാറുള്ളത്. അത് ഈ തീറ്റയുടെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നു. നല്ല നല്ല ഉത്സാഹത്തോടെ അവർ തിന്നുന്നു. ഇപ്പൊ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒട്ടും വെള്ളമില്ലാതെ ആ പെല്ലറ്റ് ഈ പച്ചപ്പുല്ലിന്റെ ഒപ്പം നല്ല രീതിയിൽ അകത്താവുന്നു. മാത്രമല്ല അത് ഫുള്ളായിട്ട് നല്ല നിലയിൽ ദഹിക്കും. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞ 2 സാധനം വേറെ ഉണ്ട്, അതായത് ധാന്യപ്പൊടിയും ഈ സോയാബീൻ ഹള്ളും. അത് രണ്ടും ഞാനിവിടെ ഇതിന്റെ കൂട്ടത്തിൽ ഇടാറില്ല. ഒന്നാമത്തെ കാര്യം, ഈ സോയ ഹള്ളിനെ കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നത് അത് കുതിർത്താണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ്. ഫ്ലേക്സ് ഫോമിലായിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം.
അല്പം പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കൂടുതലായിട്ട് ഇതിൻ്റെ പുറം തോടാണിത് സോയാബീനിൻ്റെ. അപ്പം ഈ സാധനം കുതിർത്തേ കൊടുക്കാവൂ എന്നുള്ളതാണ് പണ്ട് ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഞാൻ കേട്ടിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ നമ്മൾ സോയാബീൻ ഹൾ എപ്പോഴൊക്കെ കൊടുക്കുന്നുണ്ടോ കുതിർത്ത് മാത്രമേ കൊടുക്കാറുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇതിനോടൊപ്പം ധാന്യപ്പൊടി വളരെ നൈസായിട്ടുള്ള പൊടിയാണ്. അതുകൊണ്ട് അത് ഇതിൻ്റെ കൂട്ടത്തിലിട്ട് ഏതെങ്കിലും കാരണവശാൽ അത് വേസ്റ്റ് ആവുമോ അതിനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. മാത്രമല്ല നമുക്കറിയാം മിനറൽ മിക്സ്ചർ ഒരു എസെൻഷ്യലാണ്, ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ്. അപ്പം മിനറൽ മിക്സ്ചറും കാൽഷ്യം ടോണിക്കും കാൽഷ്യം സിറപ്പും ഇത് രണ്ടും, അതുപോലെ ലിവർ ടോണിക്ക് ചില ദിവസങ്ങളിൽ ഇത് കൊടുക്കേണ്ടതുള്ളതുകൊണ്ട് ഈ ഐറ്റംസ് എല്ലാം കൂടെ ആ 2 നേരം സാധാരണ പോലെ തന്നെ അത് അല്പം വെള്ളം ചേർത്ത് ഒന്ന് കുതിർത്ത് ഒരു 5 മിനിറ്റ് വെച്ച് കുതിർത്ത് ഏകദേശം കടിച്ച് തിന്നാവുന്ന ഒരു രൂപത്തിൽ നമ്മൾ അത് കൊടുക്കുന്നു. അപ്പോൾ പെല്ലറ്റ് പൂർണ്ണമായിട്ടും ഇങ്ങനെ കൊടുക്കുന്നു. പല ആൾക്കാരും ഇങ്ങനെ കുഴച്ച് കൊടുക്കുന്നതിന് പകരം ഞാനിവിടെ കുഴച്ചാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അതിന് പകരം ഒരു വലിയ പാത്രത്തിൽ ഇങ്ങനെ ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കുറേ അധികം വെള്ളം, മേ ബി ഒരു 10 25 അല്ലെങ്കിൽ 20 ലിറ്റർ വെള്ളമൊക്കെ ചേർത്ത് ആയിരിക്കും കൊടുക്കുന്നത്. എന്നിട്ട് അങ്ങനെ അത് പശു പെട്ടെന്ന് വലിച്ചു കുടിക്കുന്നു കടിച്ചു തിന്നുന്നതിന് പകരം. ആ ഒരു ഫീഡിങ് പാറ്റേണൊക്കെ ഉള്ളവർക്ക് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പശുക്കൾ ഇതിങ്ങനെ തിന്നും, പക്ഷെ അത് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ ചിലപ്പം അവർ കുടിച്ചു എന്ന് വരില്ല, കാരണം അത് പരിചയമില്ലാത്തതുകൊണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന അതിന് ശേഷം കുഴച്ച് കൊടുത്തതിന് ശേഷം പശു പുല്ലൊക്കെ തിന്നിട്ട് അത് കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഓസ് പിടിച്ച് വെള്ളം കൊടുക്കും, അല്ലെങ്കിൽ പാക്കറ്റിൽ പിടിച്ച് വെള്ളം കൊടുക്കും. അങ്ങനെ നല്ലപോലെ രാവിലെയും വൈകുന്നേരം 2 നേരം ഒരു വെള്ളം കുടിക്കുന്നു. അതേ കാര്യം തന്നെ ഒരു കുറച്ചുകൂടെ കൂടുതലല്ലാതെ ഒട്ടും വെള്ളം കുറയാതെ ഇപ്പോഴും കുടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ്റെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നമില്ല, സ്വല്പമെങ്കിലും കൂടുതൽ പോകും. എന്നാൽ പല ആൾക്കാരും ഈ ഇങ്ങനെ കലക്കി ഒത്തിരി പിന്നെ വെള്ളം ഒഴിച്ച് കലക്കി കാലിത്തീറ്റ കൊടുത്തുകൊണ്ടിരുന്ന ആൾക്കാർ ഈ TMRലേക്കൊക്കെ മാറിയപ്പോൾ ഈ വെള്ളം കുടിക്കാതെ ആയി. അതായത് പശുക്കൾ ഒരു 50 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കണമെന്നാണ് പറയുന്നത്, ഏറ്റവും ചുരുങ്ങിയത് നല്ല ഉൽപ്പാദനശേഷിയുള്ള പശു. അപ്പം അതിന് പകരം ഒട്ടും വെള്ളം കുടിക്കാതെ ആയിട്ട് ഒട്ടും പാലുൽപാദനം ഒത്തിരി കുറഞ്ഞ കേസുകളുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രാക്ടീസ് അത് മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടെ നല്ല രീതിയിൽ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ക്ഷമയോടെ ഇതിനെ കൈകാര്യം ചെയ്യുക. നമുക്ക് പ്രൊഡക്ഷൻ ഒന്നും കുറയാതെ, അതുപോലെ പശുവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നല്ല രീതിയിൽ മാറ്റാനായിട്ട് നോക്കുക. എനിക്കേതായാലും ഇപ്പം ഞാൻ ഈ ചേഞ്ച് ചെയ്തേക്കുന്ന രീതി ആൾക്കാർക്ക് അടുത്തൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയോണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. ഇത് വളരെ എഫക്റ്റീവാണ്. TMR മേടിക്കാതിരിക്കുമോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. കാരണം ഞാൻ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് അതിൻ്റെ എക്കണോമിക് സൈഡാണ്. നമുക്കിത് ലാഭകരമായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ 250 രൂപ ഒരു ദിവസം മുടക്കുന്ന സ്ഥാനത്ത് 350-400 രൂപ മുടക്കിയിട്ട് അതിന് തക്കതായ ഒരു ബെനിഫിറ്റ് ഇല്ലെങ്കിൽ ആ പണിക്ക് പോകാതിരിക്കുക നല്ലതെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ ഇപ്പോഴത്തെ ഈ TMR പോലെയുള്ള ആ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ആ കാലിത്തീറ്റകളിലേക്ക് മാറുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം ഞാൻ പറയാം. അതിനകത്ത് ഈ ഡ്രൈ ഫോഡർ അല്ലെങ്കിൽ ഈ ഫോറേജ്, നാരുകളടങ്ങിയ ഭക്ഷണം, അത് ഒരു വലിയ ഘടകമാണ്. അത് പശുവിന് ഉണ്ടായേ പറ്റത്തുള്ളൂ. അതാണല്ലോ ടോട്ടൽ മിക്സഡ് റേഷനിൽ ഉണ്ടാകുന്നത്. ഈ സാധനം എന്ന് പറയുന്നത് ഏതെങ്കിലും ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ അതിൻ്റെ ട്രാൻസ്പോർട്ട് ഇതിനകത്തൊരു വലിയ വിഷയമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നാട്ടിൽ നിന്ന് കൈതപ്പോള എടുത്ത അല്ലെ പോത ചെത്തി നമ്മൾ കൊണ്ടുവരുന്നതിനുണ്ടാകുന്ന ചെലവിനേക്കാളും ഒരുപാട് കൂടുതലാണ് ദൂരെ ഒരു സ്ഥലത്ത് പശുവിന് ആവശ്യമായ തീറ്റ, അതായത് വലിയ അളവിൽ വേണ്ട തീറ്റ. അതായത് ലവണമിശ്രിതമോ അല്ലെ പ്രോട്ടീനോ കാർബോഹൈഡ്രേറ്റോ അല്ല ഞാൻ പറയുന്നത്, ബാക്കിയുള്ള സാധനങ്ങൾ ഒരു വലിയ അളവിൽ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്നത്. മാത്രമല്ല വൈക്കോലൊക്കെ അതൊക്കെയാണ് ഇതിനകത്ത് പൊടിച്ച് ചേർത്തിരിക്കുന്നത്. ഈ TMRൽ ഗോതമ്പിൻ്റെ വൈക്കോലും അതുപോലെ ചോളത്തിൻ്റെ ആ ചെടിയും ഇതൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഈ സാധനങ്ങൾ നമുക്ക് വേറെ ഒരു മാർഗ്ഗവും ഇല്ല, തീറ്റയ്ക്ക് വേണ്ടി യാതൊരു മാർഗ്ഗവും ഇല്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ പറയുന്നത് വളരെ ഐഡിയലായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വളർത്തുന്ന പശു വളരെ ഹൈ ഈൽഡിങ് ആണ്. ഇപ്പം ഒരു 10-40 ലിറ്റർ പാലുള്ള പശു, ആ പശുക്കൾക്കും ഈ പറഞ്ഞ പോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഈ പിന്നെ ഖര കാലിത്തീറ്റ എന്ന് പറയുന്നത്, ഫോറേജ് എന്ന് പറയുന്നത് ഒരു 10-40 കിലോ ആയിരിക്കും. അപ്പം അവർക്ക് ഈ പറഞ്ഞ ആ അളവിനനുസരിച്ച് അവരുടെ പാലുൽപാദനത്തിനനുസരിച്ച് ഒരു ഏകദേശം കിലോ കാൽക്കുലേറ്റ് ചെയ്ത് TMR കൊടുത്താൽ ഈ പറഞ്ഞ അവരുടെ വയറ് നിറയാൻ ആവശ്യമായിട്ടുള്ളത് തീറ്റ കിട്ടും. എന്നാൽ താരതമ്യേന ഉൽപാദനമൊക്കെ കുറഞ്ഞ അല്ലെ ആ നിലയിലുള്ള ഒരു കേസിൽ ഇത് എത്രത്തോളം വർക്കിംഗ് ആണെന്നുള്ളത് സംശയമുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. ഞാനിത് ഒരിക്കലും കുറ്റം പറയാനാണ് എന്ന് വിചാരിക്കരുത്. ഞാൻ പറയുന്ന കാര്യം പോയിന്റ് ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് എക്കണോമിക്കലായിട്ട് ചെയ്യണം, എഫക്റ്റീവായിട്ട് ചെയ്യണം. അതിന് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ
ആ നിലയിൽ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ അത് അങ്ങനെ ചെയ്തിട്ട് വലിയ കുഴപ്പമില്ലാത്ത ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇത് ഏതാ നല്ല നിലയിൽ ഈ പുല്ലോ വൈക്കോലോ അല്ലെങ്കിൽ കൈതപ്പോളോ ഇതൊന്നും അവൈലബിൾ അല്ലാത്തൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രയോജനപ്രദമായ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും